അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിയതും പാകത്തിന് ഉപ്പും വെള്ളം ചേർത്തിട്ടൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേന് ഒരു അരക്കപ്പ് മൈദ, അതിക്ക് പാകത്തിന് ഉപ്പും ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കാം. കുഴച്ച് തുടങ്ങിയപ്പോഴാണ് അത് റവ ഇടാൻ മറന്നത്. അപ്പോൾ റവയും പാടെ കൂട്ടിയിട്ട് ഞാനിത് കുഴച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസിലേക്ക് ഞാൻ ഒരു മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ലേശം ഇഞ്ചി, വെളുത്തുള്ളിയും, മല്ലിച്ചപ്പും, ചെറിയ ജീരകവും, കുരുമുളകുമാണ് കേട്ടോ. കുരുമുളക് പൊടിയാണ് എൻ്റെ അടുത്ത്, അതാണ് കുരുമുളക് പൊടി ഇട്ടത്. അപ്പോൾ അതൊന്ന് ഞാൻ ചതച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടായ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്നിനും മൂപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്നിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ മിക്സിക്ക് മാറ്റാം കേട്ടോ. ഗ്രീൻ പീസ് മിക്സിക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഈ പൊടിച്ചെടുത്ത ഗ്രീൻ പീസ് ഇനിയൊരു ചെറുതായിട്ട് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കണം കേട്ടോ. ഉരുളകളാക്കി ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ നമ്മൾ മൈദ കുഴച്ച് വെച്ചത് ചെറിയ പത്തിരി റോളാക്കി എടുത്തുകൊണ്ട് ഞാൻ അതേക്ക് ഉരുള വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നുണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഇനി ഇത് ഓരോന്ന് അങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കിത് ഓരോന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ.